നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമ്പും വില്ലും മലപ്പുറം കത്തി വളഞ്ഞ സാധനം എന്തൊക്കെയായിരുന്നു ഇയാൾ തട്ടിവിട്ടത്? ഒടുവിലിത ബോച്ചെ മുങ്ങിയെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഹണി റോസിൻ്റെ പരാതി അത്ര അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ ബോച്ചെ ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു. രണ്ടും കൽപ്പിച്ചാണ് നടി ഹണി റോസിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. ഇന്നലെ ബോച്ചയ്ക്കെതിരെ ഫേസ്ബുക്കിലിട്ട കുറിപ്പിന് താഴെ വന്ന് ചില വിരുദ്ധന്മാർ കമൻറ്റുകൾ എഴുതി. സൈബർ ആക്രമണത്തിനെതിരെ പെട്ടെന്ന് തന്നെ നടി ഹണി റോസ് പരാതി നൽകി പോലീസിൽ. 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അതിലൊരുത്തനെ തൂക്കിയെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ താനിട്ട പോസ്റ്റിന് താഴെ വന്ന് അശ്ലീല കമൻറ്റുകളിട്ട 30 പേർക്കെതിരെയായിരുന്നു ഹണി റോസിൻ്റെ പരാതി. ഇതിന് തൊട്ടു പിന്നാലെ എറണാകുളം കുമ്പളം സ്വദേശിയെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിക്കൽ IT വകുപ്പുകൾ ചേർത്താണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് പിന്നാലെ 30 പേരെയും അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് സൂചനകൾ നൽകി. ബോച്ചയെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന വാർത്തകൾ പുറത്തു വരുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ കടയിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങില്ല എന്ന് സമൂഹമാധ്യമത്തിൽ വീഡിയോ ഇട്ട ഒരു യുവതിയെ വൃത്തികെട്ട നിലയിൽ ഒരിക്കൽ ബോബി അപമാനിച്ചിരുന്നു. എൻ്റെ കയ്യിൽ നല്ല ഒന്നാം തരം 916 സാധനമുണ്ട്, എൻ്റെ കടയിലോട്ടൊന്ന് വന്ന് ഇട്ട് നോക്കിയാൽ മതി. എന്നിട്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു പ്രത്യേക തരം ആക്ഷനുണ്ട്, എൻ്റെ സാധനം ഇട്ട് നോക്കാൻ പറഞ്ഞുള്ള ഒരു ആക്ഷൻ. എത്ര മലീമസമാണ്, അശ്ലീലമാണ് ഇയാളുടെ പല പ്രതികരണങ്ങളും വീഡിയോകളും. പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ സ്ത്രീകൾക്ക് നേരെ ഇത്തരം അശ്ലീല ചേഷ്ടകൾ ഇയാൾ നിരന്തരമായി കാട്ടിക്കൂട്ടുന്നത്? ഇയാൾക്കെതിരെ എന്തെങ്കിലും പ്രതികരിച്ചാൽ ആ സ്ത്രീയെ സാധനം എന്നൊക്കെ തുടങ്ങിയ ചില വാക്കുകൾ കൊണ്ട് വെട്ടിയിടുന്ന അവസ്ഥ. ദ്വയാർത്ഥ പ്രയോഗത്തിനപ്പുറം ഇത് അശ്ലീല പ്രയോഗം തന്നെയാണ്. ഇതൊക്കെ കണ്ടില്ല എന്ന് കേരളത്തിൻ്റെ ഭരണകൂടവും പോലീസും നടിച്ചിരിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ ഒരൊറ്റ കാരണമേയുള്ളൂ, ഇയാളുടെ പണത്തിൻ്റെ ഹുങ്ക്. ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് കുന്തി ദേവിയെ ഓർമ്മ വരും എന്നൊക്കെ ഇയാൾ ആദ്യം തട്ടിവിടുന്നു. പിന്നീട് കുന്തി എന്ന വാക്കിന് പകരം മറ്റൊരക്ഷരമിട്ട് ഇയാളുടെ അണികൾ സമൂഹ മാധ്യമങ്ങളിൽ ആ സ്ത്രീയെ അപമാനിക്കുന്നു. സ്ത്രീക്കും പുരുഷനുമൊക്കെ തങ്ങളുടെ അവയവങ്ങൾക്ക് പല രൂപഭാവങ്ങളുമുണ്ട്. അതൊക്കെ കൈകൊണ്ട് വർണ്ണിച്ച് കാട്ടി ഒരു സ്ത്രീയെ അപമാനിക്കുന്ന പണിയാണ് ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി കാട്ടിയത്. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ മ്ലേച്ഛമായ കമൻറ്റുകൾ ഹണി റോസിന് പോസ്റ്റിന് താഴെ വന്ന് ചിലർ കുറിക്കുന്നു. അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് പലർക്കും പരാതി. അത് മറ്റുള്ളവർക്ക് പ്രകോപനപരമാകുന്നുവത്രേ. എന്തിനാണ് നിങ്ങൾ അവിടേക്ക് തുറച്ചു നോക്കുന്നത്? ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ അവയവങ്ങൾക്ക് ഓരോ വലിപ്പമാണ്. ചില സ്ത്രീകളുടെ നിതംബം, സ്തനം തുടങ്ങിയവയ്ക്ക് വലിയ വലിപ്പമുണ്ടാകും. അത് വസ്ത്രധാരണത്തിലൂടെ മറയ്ക്കാൻ അവർക്ക് അത്ര പെട്ടെന്നൊന്നും കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അതിൻ്റെ പേരിൽ അവരെ ആക്ഷേപിക്കുന്നതോ അതിൻ്റെ പേരിൽ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന പെരുപ്പ് മറ്റു വാക്കുകളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നതോ എത്രമാത്രം ആഭാസകരമാണ്. ഇവിടെയാണ് നമ്മൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ വൃത്തികെട്ട മനസ്സും വികൃതമാക്കപ്പെട്ട വാക്കുകളും മനസ്സിലാക്കേണ്ടത്. അയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു. അയാൾ തന്നെ അതിഥിയായി ഹണി റോസിനെ പോലെയുള്ള നടിമാരെ വിളിച്ചു വരുത്തി അവരെ സമൂഹത്തിന് മുന്നിൽ പ്രദർശന വസ്തുവാക്കുന്നു. അന്നരാജനെയൊക്കെ നിർത്തി അയാൾ നടത്തിയ ആഭാസ പ്രയോഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അയാൾക്ക് മുന്നിലിരിക്കുന്ന ചാനൽ അവതാരികയുടെ മുഖത്ത് നോക്കി എത്രയെത്ര മ്ലേച്ഛ വർത്തമാനങ്ങളാണ് അയാൾ തട്ടിവിട്ടത്. സ്വർണ്ണക്കച്ചവടക്കാരൻ എന്ന ലേബലിലാണ് കേരളത്തിൽ ഇയാൾ ആദ്യം നിറഞ്ഞത്. കേരളത്തിൻ്റെ മനഃശാസ്ത്രം കൃത്യമായി അറിയാവുന്ന അയാൾ കൃത്യമായി തൻ്റെ പേര് ബ്രാൻഡ് ചെയ്യുന്നതിലും വിജയിച്ചു. എന്നാൽ ഏറെ ദാരിദ്ര്യാവസ്ഥയിലുള്ള കേരളത്തിൻ്റെ മനസ്സുകളിലൂടെ ഇയാൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പിന്നീട് നിറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ ഇവിടെ ആഘോഷിക്കപ്പെട്ടത് ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയാണ്. മലയാളികൾക്ക് മുൻപിൽ അയാൾ ഷാപ്പ് വെച്ചും മറുവശത്ത് മീൻ വെട്ടിയുമൊക്കെ നിറഞ്ഞു. എന്തിനേറെ ചെത്തുകാരൻ്റെ വിഷത്തിൽ പനംകൂടയുമായി നേരെ പനയുടെ മുകളിലേക്ക് നടന്നു കയറുന്ന വീഡിയോകൾ ഇയാൾ അവതരിപ്പിച്ചു. സാധാരണഗതിയിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ എപ്പോഴും പോസ്റ്റുകൾ നിറയ്ക്കാറുണ്ട് ബോബി ചെമ്മണ്ണൂർ. എന്നാൽ ഡിസംബർ 31 ശേഷം ബോബി ചെമ്മണ്ണൂരിൻ്റെ പോസ്റ്റുകളോ റീലുകളോ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ജനുവരി 1 ബോബി ചെമ്മണ്ണൂർ ഒരു ന്യൂ ഇയർ പ്രോഗ്രാം അനൗൺസ് ചെയ്തിരുന്നു. ഈ ന്യൂ ഇയർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് അയാൾ ഓഫർ ചെയ്തത് ചന്തിയിലെ ചുവപ്പ് മാറാത്തവർക്ക് 50% ഡിസ്കൗണ്ട് എന്ന് വാക്കുപയോഗിച്ചാണ്. ഇതയാൾ പരസ്യമായി പറഞ്ഞുള്ള വീഡിയോ അയാളുടെ പേജിലിട്ടിട്ടുണ്ട്. ഡിസംബർ 21 ബോബി ചെമ്മണ്ണൂരിൻ്റെ പേജിൽ വന്ന ഒരു റീൽ. ഇതിൽ സാധനത്തിൽ തൊട്ട് കളിക്കരുത് എന്നയാൾ തൻ്റെ മുന്നിലിരിക്കുന്ന അവതാരികയോട് പറയുന്നു. ബോച്ചയ്ക്ക് എത്ര കാമുകിമാരുണ്ട് എന്ന ചോദ്യത്തിന് അയാളുടെ ഉത്തരം,
നല്ല കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ കൃത്യമായി നമ്പർ സൂക്ഷിക്കാറില്ല. ബോച്ചയ്ക്ക് എത്ര കാമുകിമാരുണ്ട്? അങ്ങനെ നല്ല കാര്യങ്ങൾക്കൊന്നും എണ്ണം വെക്കാറില്ല. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചത് ബോറടിക്കത്തില്ല ഡെയിലി വൈറ്റ് ഇട്ടിട്ട്? നമ്മുടെ സ്വന്തമായ ഒരു സാധനം, പക്ഷെ മറ്റുള്ളവരായിരിക്കും അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താണ്? എല്ലാരും ഉപയോഗിക്കും, ആണും പെണ്ണും എല്ലാരും. ആണും പെണ്ണും ഉപയോഗിക്കും എന്റെ സാധനം. ഞാൻ എന്റെ സാധനം ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കാറില്ല. മറ്റൊരു റീലിൽ അവതാരിക ബോബി ചെമ്മണ്ണൂരിനോട് ചോദിക്കുന്നു, നമ്മുടെ സ്വന്തം ഒരു സാധനം മറ്റുള്ളവരാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഏതാണ് സാധനം? അതിന് ബോബി ചെമ്മണ്ണൂരിൻ്റെ മറുപടി ഇങ്ങനെ: എൻ്റെ സാധനത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ സാധനം ഞാൻ ആർക്കും അധികം ഉപയോഗിക്കാൻ കൊടുക്കാറില്ല. ചാനൽ അവതാരികയോട് താൻ തുണിയഴിക്കണോ എന്നൊക്കെ ഈ അഭിമുഖത്തിൽ അയാൾ ചോദിക്കുന്ന റീൽസ്, ഇതൊക്കെയാണ് ഇയാൾ തൻ്റെ ഫേസ്ബുക്കിലൂടെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം അശ്ലീല വീഡിയോകളും റീലുകളുമൊക്കെ കാണുന്നവർ കാണട്ടെ. എന്നാൽ എന്തിനാണ് സ്ത്രീകളെ നിരന്തരം ഇയാൾ ആക്ഷേപിക്കുന്നത്, പരിഹസിക്കുന്നത്, ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ലൈംഗികതയിൽ ഇയാൾ രമിക്കുന്നത്? അവിടെയാണ് നമ്മൾ ഹണി റോസിൻ്റെ പ്രതികരണത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ. ഇതൊരു മാനസിക വൈകൃതമാണ് എന്ന് ഹണി റോസ് പറയുന്നു. എന്നാൽ മറ്റുള്ളവർ പറയുന്നു നല്ല പെടപ്പ് കിട്ടാത്തതിൻ്റെ പെരുപ്പാണെന്ന്. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് തന്നെ അപമാനിക്കുന്നുവെന്നാണ് ഇന്നലെ ഫേസ്ബുക്കിൽ ഹണി റോസ് കുറിച്ചത്. ഇപ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. അതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോഗമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കുന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത്. തൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത സ്ത്രീയെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഹണി റോസ്. മാനസിക വൈകൃതമുള്ള ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. എന്നാൽ ഈ വിഷയത്തിൽ നിയമപരമായി ഇനി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് ഹണി റോസ് ഉറപ്പിച്ചു പറയുമ്പോൾ ബോച്ചെ വിരളുന്നതും അതുകൊണ്ട് തന്നെ. ഇപ്പോഴിതാ നടി പരാതിയുമായി പോലീസിനെ സമീപിച്ചതോടെ ബോബി ചെമ്മണ്ണൂർ ഭയപ്പെട്ടോടുന്ന കാഴ്ച. ഹണി റോസിനെതിരായ ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നു പൊങ്ങിയിരുന്നു. അപ്പോഴൊക്കെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസുകാർ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നവർക്കെതിരെ ക്രൂരമായ സൈബർ ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു പതിവ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ജുവല്ലറികളിലേക്ക് കടന്നു ചെല്ലുന്ന സെലിബ്രിറ്റികൾക്ക് ഇതൊരു പാഠമാകട്ടെ. അയാൾ നിങ്ങളെ പിടിച്ചു കറക്കും, നിങ്ങളുടെ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ ക്യാമറ കണ്ണുകളിൽ കാണിച്ചു കൊടുക്കും, തൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രേക്ഷകർക്ക് നിങ്ങളെ ഒരു പ്രദർശന വസ്തുവാക്കും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇയാൾ ആവർത്തിക്കുന്ന കാര്യം തന്നെയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നത് ഇയാളുടെ ഒരൊറ്റ നടപടിയിലൂടെ നമ്മൾ കണ്ടതല്ലേ? എന്നിട്ടും എന്തിനാണ് പിന്നെയും പിന്നെയും സെലിബ്രിറ്റികൾ ഇയാൾക്ക് മുന്നിൽ ചെന്ന് ഇങ്ങനെ പ്രദർശന വസ്തുവായി നിൽക്കുന്നത്? ഇയാൾക്ക് കഴുത്തിലിടാൻ സാധനങ്ങളുമായി നിങ്ങൾ എന്തിനാണിങ്ങനെ തലകുനിച്ച് നിന്നു കൊടുക്കുന്നത്? ബോബി ചെമ്മണ്ണൂരിനെതിരെ തൻ്റെ അടുത്തോടെ പോസ്റ്റിട്ട ഹണി റോസിനിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ അഭിനന്ദനങ്ങളാണ് ലഭിക്കുന്നത്. ഹണി റോസിൻ്റെ ഇത്തരം നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നവർ ഏറെയുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ അപ്പിയറൻസുമൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സമൂഹത്തിന് വലിയ സ്വാതന്ത്ര്യമില്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ മറ്റൊരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന, അവരെ ലൈംഗികപരമായി ആക്രമിക്കുന്ന വാക്കുകൾ ഉതിർക്കുന്നവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കേണ്ടത് സാമൂഹിക ഉത്തരവാദിത്തമാണ്. അവിടെയാണിപ്പോൾ ബോബി ചെമ്മണ്ണൂർ നിലം പൊത്തുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.